പ്രിയപ്പെട്ട സഹോദരി സഹോദരികളെ, കൈത്താക്കാലത്തിൻ്റെ 4-ാമത്തെ ഞായറാഴ്ച നമുക്ക് സ്വാഭാവികമായും ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ചിന്തയും അത് സ്വന്തമാക്കാൻ ആവശ്യമായിട്ടുള്ള ജീവിതത്തിൻ്റെ ആത്മനിയന്ത്രണത്തിൻ്റെ കാര്യങ്ങളും ഒക്കെയാണ് പ്രതിപാദിക്കുക വായനകളിലൂടെ. ആദ്യം തന്നെ അടിസ്ഥാന കൽപ്പന എന്നാണ് നിയമാവർത്തന പുസ്തകത്തിൻ്റെ 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന അടിസ്ഥാന കൽപ്പന. അതാണ് ആദ്യത്തെ വായനയിൽ കടന്നു വരുന്നത്. പിന്നീട് അങ്ങോട്ട് ഈ ദൗത്യം സ്വീകരിച്ചുകൊണ്ട് എസെക്കിയേൽ പ്രവാചകന് സന്നദ്ധനാകുന്നതാണ് 2-ാമത്തെ വായനയുടെ കടന്നു വരുന്നതെങ്കിൽ, പിന്നീട് സഹനം സ്വീകരിച്ചുകൊണ്ട് കൃഷിയായി പ്രഘോഷിക്കാനുള്ള സന്നദ്ധത ആവശ്യപ്പെടുന്ന തെസ്സലോനിക്കക്കാരുടെ ലേഖനത്തിൽ നിന്നുള്ള ഭാഗവും കഴിഞ്ഞിട്ട് ദൈവരാജ്യത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് കർത്താവ് പറഞ്ഞു പ്രധാനപ്പെട്ട 2-3 ഉപമകൾ എടുത്ത് പറയുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വചനഭാഗത്ത് നമുക്ക് പ്രധാനമായിട്ടും വരുന്നത്. നമുക്കറിയാം, ഇസ്രായേലിൽ ചെന്നാൽ നാം കാണുന്ന പ്രധാനപ്പെട്ട ഒരു സംഭവം സാബത്ത് ദിനത്തിലെ വെയിലിംഗ് വോളിൻ്റെ സമീപം യഹൂദര് വീണ് തലയിട്ടടിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. നമുക്ക് ചെന്നാൽ പ്രാർത്ഥിക്കാൻ പറ്റുമോ? അങ്ങനെ അപ്പോൾ പ്രാർത്ഥിക്കുന്ന തിരുവചന ഭാഗമാണ് ക്ഷമാ ഇസ്രായേൽ എന്ന് പറയും. ഇസ്രായേലെ കേൾക്കുക, ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവെന്ന് പറയുന്ന നിയമാവർത്തന പുസ്തകത്തിൻ്റെ 9-ാം അധ്യായം 6-ാം അധ്യായം ഒന്നുള്ള ഭാഗങ്ങളിൽ കാണുന്ന ഭാഗം. ഇതാണ് നമ്മൾ ആദ്യത്തെ വിചിന്തനത്തിൽ നൽകപ്പെട്ടിരിക്കും. നമുക്കൊന്ന് നോക്കിക്കളയാം. നിങ്ങൾ അവകാശമാക്കാൻ പോകുന്ന ദേശത്തും അനുഷ്ഠിക്കേണ്ടതിന് നിങ്ങളെ പഠിപ്പിക്കാൻ നിങ്ങൾ ദൈവമായ കർത്താവ് എന്നോട് ആജ്ഞാപിച്ച കൽപ്പനകളും ചട്ടങ്ങളും നിയമങ്ങളും ഇവയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മോശ പഠിപ്പിക്കുന്ന കാര്യം നമുക്കറിയാമല്ലോ. ഈ നിയമാവർത്തന പുസ്തകം തന്നെ ആ യാത്രയുടെ അവസാന ഘട്ടത്തിൽ മോശയുടെ മരണത്തിന് മുമ്പ് മൊവാബ് എന്ന് പറഞ്ഞ ദേശത്ത് ഈ ജനത്തെ ഒന്നിച്ചു കൂട്ടിയിട്ട് അതുവരെയുള്ള ചരിത്രം 3-4 പ്രസംഗങ്ങളായി മോശ അവരെ പഠിപ്പിക്കുന്ന ഭാഗമാണ് ആവർത്തനം എന്ന് പറയുന്നത്. പഠിപ്പിച്ചിട്ടുള്ളതാണ് വീണ്ടും ആവർത്തിച്ചു കൊടുക്കുന്നതാണ് നിയമാവർത്തനം എന്ന് പറയുന്നത്, ഡ്യൂട്ടറോണോമി എന്ന് പറയാനായിട്ട് ഇടയാകുന്നത്. വളരെ ബന്ധപ്പെട്ട ഗൗരവമായ ഒരു ഭാഗമാണ് നിയമാവർത്തന പുസ്തകം എന്ന് പറയുന്നത്. ആ വലിയ യാത്രയിലെ, മരുഭൂമിയിലെ യാത്രയിലെ, 10 കൽപ്പന ശേഷമുള്ള യാത്രയിലെ അവിടെയുള്ള വീഴ്ചയും തകർച്ചയും ഉയർച്ചയും താഴ്ചയും ഒക്കെ എടുത്തെടുത്ത് അവരെ പറഞ്ഞ് പഠിപ്പിക്കുക. ഇന്നും വളരെ സാർത്ഥകമായ ഭാഗങ്ങളാണ് എന്നുള്ള കാര്യം ഓർക്കുക. നിയമാവർത്തന പുസ്തകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് എന്ന് വളരെ സാർത്ഥകമായ കാര്യം കർത്താവ് പലപ്പോഴും കോട്ട് ചെയ്തിട്ടുള്ളത് അതിൽ നിന്നാണ്. എന്നിട്ട് പറയുക, നിങ്ങളുടെ മക്കളും നിങ്ങളുടെ മക്കളും ഞാൻ ഇന്ന് നൽകുന്ന ദൈവമായ കർത്താവിൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിച്ച് അനുസരണം ജീവിതകാലം മുഴുവൻ അവിടുത്തെ ഭയപ്പെടുന്നതിനും, ഭയമെന്ന് പറഞ്ഞാൽ നമ്മൾ പേടിക്കുന്ന മൃഗത്തെ കാണുമ്പോൾ സിംഹത്തെ പേടിയല്ല, ആ ഭയം ആദരവാണ്. ഭയപ്പെടുന്നതിനും നിങ്ങൾക്ക് ദീർഘായുസ്സുണ്ടാകുന്നതിന് വേണ്ടിയാണ് ഇവ. അതിൻ്റെ ഗുണം എന്താ? ദീർഘായുസ്സും. അതിനു വേണ്ടിയിട്ടാണ്. ആകയാൽ ഇസ്രായേലെ കേൾക്കുക, ക്ഷമ ഇസ്രായേലെ കേൾക്കുക. നിങ്ങൾക്ക് നന്മയുണ്ടാകാനും നിങ്ങളുടെ പിതാക്കന്മാർ ദൈവമായ കർത്താവ് വാഗ്ദാനം ചെയ്തതുപോലെ തേനും പാലോട് നാട്ടിൽ നിന്ന് ധാരാളമായി വർദ്ധിക്കാനും വേണ്ടി ഇവ അനുഷ്ഠിക്കാൻ ശ്രദ്ധിക്കുക. നന്നായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർധനവുണ്ടാകും. അത് എവിടെയാ വർധനവ്? വിളകളിൽ മാത്രമൊന്നുമില്ല, നിങ്ങളുടെ മക്കളിൽ വർധനവുണ്ടാകും. ഇസ്രായേലെ കേൾക്കുക. വീണ്ടും ആവർത്തിക്കുക, ക്ഷമ ഇസ്രായേലെ കേൾക്കുക. നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. ദറ്റ്സ് ഫണ്ടമെന്റൽ ട്രേറ്റ് ഓഫ് ബൈബിൾ. ഏക ദൈവം, ഒരേ ഒരു കർത്താവാണ്. ഈ ഒരേ ഒരു കർത്താവിലാണ് നമ്മൾ കാണുന്ന 3 ആളുകൾ. ഒരേ ഒരു കർത്താവാണ്. നിങ്ങൾ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം. അങ്ങനെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുന്നത് സമ്പൂർണ്ണ അർപ്പണമായി പറയും. എന്നിട്ട് ഞാനിന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ജാഗരൂകതയോടെ അവൻ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുകയുമാണ്. ഹൃദയത്തിലുണ്ടായാൽ മാത്രം പല മക്കളെ പഠിപ്പിക്കുന്നത് ചെയ്യുന്നുണ്ടോ എന്ന കാര്യം അന്വേഷിക്കണം കേട്ടോ. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ എന്താ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. മക്കളെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന കൽപ്പനയാണ്, അല്ല അതിനകത്ത് ഉപദേശവുമല്ല. ഇറ്റ് ഈസ് കമാൻഡ്. വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം. നിന്റെ ചർച്ചാ വിഷയത്തിൽ യഹോവ ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് മാറണം. അവ കയ്യിൽ ഒരു അടയാളമായും നെറ്റിപ്പുറത്തിൽ പട്ടമായും അണിയണം. അവ നിങ്ങളുടെ കട്ടിളക്കാലുമേലും പടിവാതിൽക്കുമേലും എഴുതണം. നോക്കി എത്ര വ്യക്തമായിട്ടാണ് വിശ്വാസം കൈമാറേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പഠിപ്പിക്കുന്നത്.
മോശ തന്നെയായി പഠിപ്പിക്കുന്ന ഭാഗം. ഇതിൻ്റെ ആദ്യ ഭാഗത്ത് പോയി എടുക്കുക, നമ്മളിപ്പം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഐ ആം ഡൂയിങ് വാട്ട്, നമ്മൾ എന്നാ ചെയ്യുന്നത്, നമ്മൾ വാസ്തവത്തിൽ ജീവിതത്തോട് കൈമാറുന്നുണ്ടോ, അതൊരു എത്നിക് കമ്മ്യൂണിറ്റി ആയിട്ട് നിലനിൽക്കുകയാണോ, നമ്മളെ നാമാക്കി മാറ്റിയത് ഈ വിശ്വാസമാണ്. നമ്മളിൽ നിന്നിപ്പോൾ ഉള്ള എല്ലാവരുടെയും ഭൗമികമായിട്ട് എല്ലാ വളർച്ചയും ചുറ്റുപാടും സമ്പത്തും സ്ഥാപനങ്ങളും അധികാരങ്ങളും ശക്തികളും എല്ലാം ഇതിൽ നിന്ന് വന്നതാണ്. അത് പ്രഘോഷിക്കാതെ നമ്മൾ ഭൗതികമായിട്ട് മാത്രം പോയാൽ അനുഭവിക്കാൻ പോകുന്ന ഇസ്രായേൽ വന്നത് തന്നെ ഭവിക്കുന്ന നാശം. അതുകൊണ്ട് ഇതിൻ്റെ ഭാഗത്ത് നമ്മൾ നോക്കുക. അതുകൊണ്ട് അടിസ്ഥാന പ്രമാണമാണിത്. ഈ അടിസ്ഥാന പ്രമാണം അതുകൊണ്ടല്ലേ അവരിങ്ങനെ വേലിക്കോളിൻ്റെ അവിടെ വന്ന് തലയിട്ടിടിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് കണ്ടോ, ഓരോ മനസ്സാക്ഷി കണ്ടോ. ഈ ചരിത്രം നമുക്കറിയാവുന്ന സംഗതിയില്ലേ. എന്താ ഈ ജെറുസലേം ദേവാലയം എന്ന് പറയുന്നത്, എന്തുമാത്രം പീഡനത്തിന് വിധേയമായിട്ടുള്ളൊരു മണ്ണാണത്, എന്തുമാത്രം കഷ്ടപ്പെട്ടൊരു ജനമാണത്. അവരവിടെ കയറി ചെന്ന എങ്ങനെ, ഇത് ചുമ്മാ വെറുതെ മാധ്യമങ്ങൾ മറ്റാരെയൊക്കെ സുഖിപ്പിക്കാൻ വേണ്ടി പറയുന്നതൊന്നുമല്ല ചരിത്രം. 1917 അവർക്ക് ഈ രാജ്യം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും രാജ്യം കൊടുത്തില്ല. അവരെ ഇവിടെ നാട്ടി പുറത്താക്കിയിട്ട് ലോകം മുഴുവൻ ചെതറി ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നിരിക്കും എല്ലായിടത്തും പോയിട്ട് അവിടെയെല്ലാം അവർ പുഷ്ടിക്കുകയും വളരുകയും ചെയ്യുക. ഞെരുക്കുന്നതനുസരിച്ച് വളരുന്ന ഒരു വിഭാഗമാണ് യഹൂദന്മാരെന്ന് പറയും. ഇന്നത് കാണില്ലേ, നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളതിൽ എത്ര 69% പേരും അവർ തന്നെയാണ്, ബുദ്ധിരാഷ്ട്രന്മാരാണ്. അവരങ്ങോട്ട് ചെയ്യുന്നതുകൊണ്ടാണ് വെറുതെ കയറി അധിനിവേശം നടത്തി എന്നൊക്കെ ഇപ്പോൾ പറയുന്നത്. അധിനിവേശം ഒന്നുമല്ല നടത്തിയ സഹോദരങ്ങൾ, കാശ് കൊടുത്ത് സ്ഥലം മേടിച്ചതാണ്. കാരണം അവർ വെറും മരുഭൂമിയായിരുന്നത്, വെറും മരുഭൂമിയാൽ നട്ടാ കിൾക്കാത്ത ഒരു പ്രദേശം, ഒന്നിനും കൊള്ളില്ലാത്ത വെറും മരുഭൂമി. ആ മരുഭൂമി ആർക്കും വേണ്ടാതെ കിടന്നതാണ്. ഓട്ടോമൻ ചക്രവർത്തിമാർ ആകപ്പാടെ പരാജയപ്പെട്ട് തകർത്ത് തരിപ്പണമായി പോയി കഴിയുമ്പോൾ പിന്നീട് വന്നവർ ഇതൊക്കെ വിൽക്കാനായിട്ട് താല്പര്യം കാണി. ഇത് കിടന്നിട്ട് യാതൊരു കാര്യവുമില്ല. ആ സ്ഥലമാണ് ഇന്ന് ഗാസ എന്ന് ഇന്ന് നാം ചെയ്യുമ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന ഭയങ്കര ഡെവലപ്ഡ്, അമേരിക്കയെക്കാളും ഡെവലപ്പായിട്ടുള്ള പ്രദേശം എന്ന് പറയുന്നത് വെറും മരുഭൂമി ഈ മനുഷ്യരുടെ കഠിനാധ്വാനം കൊണ്ട് പടുത്തുയർത്തതാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ആത്മവീര്യം എന്ന് പറയുന്ന നിസ്സാര കാര്യമൊന്നുമില്ല. അതുകൊണ്ട് അത് അവർക്ക് നഷ്ടപ്പെട്ടു പോയിട്ട് ജീവിതത്തിൽ ഏറ്റവും വലിയ അവരുടെ ഹൃദയം, ഒരു ചങ്ക് ജെറുസലേം ദേവാലയമായിരുന്നു. അത് തകർത്ത് കളഞ്ഞില്ലേ. ആദ്യം ബാബിലോൺ ചക്രവർത്തി തകർത്തു, അത് വീണ്ടും പടുത്തുയർത്തി. പിന്നെ കർത്താവിൻ്റെ കാലഘട്ടത്തിൽ ഹെറോദോസ് ചക്രവർത്തി വീണ്ടും പടുത്തുയർത്തി. പിന്നീട് വന്നിട്ട് ടൈറ്റസ് ചക്രവർത്തി അല്ലെങ്കിൽ സർവ്വസൈന്യാധിപൻ മുഴുവൻ തകർത്ത് പരിപൂർണമായിട്ട് നശിപ്പിച്ചിട്ട് അതിൻ്റെ ഔട്ടർ വാൾ മാത്രം നിൽക്കുന്നു. അതാണ് അവരുടെ ഓർമ്മ, അവരുടെ ആരാധനാലയം, അവരുടെ മർമ്മം എന്ന് പറയുന്നത് ഇതാണ്. അതുപോലെ അവർ അനുഭവിച്ചിട്ടാണ്. അതുകൊണ്ട് ആ ഒരു ദേവാലയത്തിന് ഭിത്തി നിൽക്കുന്നതിന് അവിടെ പോയി തലയിട്ടടിച്ച് പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് തലമുറകളിലൂടെ കൈമാറി വരുന്നൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് അതാണ് നാട്ടിനെ പറയുന്നത്, അന്ന് എന്താ പ്രാർത്ഥിക്കുന്നതെന്ന് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് അതാണ് അവർക്ക് ഏറ്റവും വലിയ സന്താന പുഷ്ടിക്കൊക്കെയുള്ള പ്രേരകം, ദൈവത്തിൻ്റെ ഈ കൽപ്പനയാണ്. അതുകൊണ്ട് ഓൾഡ് ടെസ്റ്റമെൻ്റ് മുഴുവൻ കാതൽ ഈ തിരുവചന ഭാഗമാണെന്ന് ഓർക്കണം. ഓൾഡ് ടെസ്റ്റമെൻ്റ് മുഴുവൻ കാലം ഇസ്രായേലിൽ കേൾക്കാൻ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. പൂർണ്ണമായ ഹൃദയത്തോടും പൂർണ്ണമായ മനസ്സോടും പൂർണ്ണമായ ശക്തിയോടും കൂടി നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കണം എന്ന് പറയുന്ന ഭാഗം, ദാറ്റ് ഈസ് എ സെൻസ് ഓഫ് ദി ഹോൾ ഓൾഡ് ടെസ്റ്റമെൻറ്റ്. അപ്പോൾ അതുകൊണ്ട് ഒരേ ഒരു ദൈവമാണ്. അപ്പം എൻ്റെ ജനം, നിങ്ങൾ എൻ്റെ ജനമായിരിക്കും, ഉടമ്പടിയുടെ വാഗ്ദാനമാണ്. അതുകൊണ്ട് അങ്ങാണ് ഞങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞ് പരസ്പരം ബന്ധപ്പെടുന്ന ഒരു ജനം. എവിടെയാണ് ഒരു സമൂഹം ഇങ്ങനെ ദൈവത്തെ സ്വന്തം അപ്പ എന്ന് വിളിക്കുന്ന ഒരു ജനം? എൻ്റെ മക്കളെ, നിങ്ങൾ എൻ്റെ സ്വന്തം ജനമാണെന്ന് പറയുന്ന ദൈവം ഈ ആത്മബന്ധത്തെ രൂപകൽപ്പന ചെയ്ത് വന്നിട്ടുള്ളതാണ് ആ ഇസ്രായേൽ ജീവിതം എന്ന് പറയും. അത് തന്നെ സഭയെ തുടരുന്നു, അത് തന്നെയാണ്. അവിടെയൊക്കെ മനുഷ്യൻ്റെ അസ്വസ്ഥതയൊക്കെ ധാരാളം വന്നു. അപ്പോൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി തങ്ങളെ സ്നേഹിക്കുന്നയാളാണ് ഒരു ദൈവം എന്ന് സ്വന്തമായി തിരഞ്ഞെടുത്ത ഒരു ദൈവമാണ്. അപ്പം അങ്ങനെ ഒരു ദൈവത്തെക്കുറിച്ച് കേട്ടിട്ടില്ല മറ്റൊരു ജനതയും. അതല്ലേ അവരുടെ ദൈവം എന്നൊക്കെ പറയുന്നത്. അവരുടെ ഭാവനയെ രൂപകൽപ്പിതമായിട്ടുള്ള മറ്റ് പല ശക്തികളാണ് അവർ. ദൈവം മഴ പെയ്യാനും ദൈവം, വെയിലുദിക്കാനും ദൈവം, പാമ്പ് കടിക്കാനും, ഇതൊക്കെ ഉള്ള ഒരു പ്രദേശത്താണ് വരുന്നത്. അങ്ങനൊന്നും അല്ലെന്നേ. ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് ദൈവമായ കർത്താവാണ്, നിനക്ക് വേണ്ടി സൃഷ്ടിച്ചത്. അതുകൊണ്ട് നിന്നെ പൂർണ്ണമായി സ്നേഹിക്കുന്നു, അതുകൊണ്ട് നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു, നീ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. അങ്ങാണ് ഞങ്ങളുടെ ദൈവമായ കർത്താവ്. ഇതൊരു ആത്മബന്ധം എന്ന് പറയുന്നത്. ഇത് കിട്ടേണ്ടത് പഠനം കൊണ്ട് കിട്ടില്ല, അറിവ് കൊണ്ട് കിട്ടില്ല, അത് ഏതെങ്കിലും വിജ്ഞാനം കൊണ്ട് കിട്ടില്ല. അതിൻ്റെ ഹൃദയത്തിൽ കൃപ കടന്നു വന്നാൽ മാത്രമേ കിട്ടുകയും മനസ്സിലാക്കിയിരിക്കുക. അതുകൊണ്ട് ഹൃദയത്തിലാണ് അതിൻ്റെ വാസ്തവത്തിൽ ബോധനം വരുന്നത്. വചനങ്ങൾ ഹൃദയത്തിലുണ്ട്. അതുകൊണ്ട് എന്താ പറഞ്ഞാൽ, എൻ്റെ വചനങ്ങളുടെ ഹൃദയത്തിലുണ്ടാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയുടെ പല തീരുമാനങ്ങളും വരുന്നത് ദൈവസ്നേഹത്താൽ പ്രേരിതമായിരിക്കണം. അത് ഹൃദയത്തിലുണ്ടാണെന്ന് പറയുന്നത് അതെന്തൊരു കാര്യങ്ങളാണ്. അങ്ങനെയാണ് അത് കൈമാറിയണം, മക്കൾക്ക് കൈമാറണം, പ്രമാണങ്ങൾ തലമുറകളിലൂടെ കൈമാറണം. ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം.
അതിപ്പം നമ്മൾ ആ സ്തോത്രം നമ്മുടെ വിശ്വാസം പരിശോധിക്കേണ്ട. നമ്മുടെ വിശ്വാസം ഈ അധര വ്യായാമം ആവരുത്. ഓരൊക്കെ ഉച്ചത്തിൽ വലിയ കൊട്ടും കോഷമായിട്ട് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഹൃദയത്തിൽ ഉണ്ടാകണം നിർബന്ധമൊന്നുമില്ല. എല്ലാവിധ സംഗീത ഉപകരണങ്ങളും വെച്ചുകൊണ്ട് പാട്ടും പാടി കൊട്ടും കൊട്ടി ഭയങ്കര ആരോഗ്യത്തോടുകൂടി പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഉണ്ടാകണമെന്നില്ല. അതിഭയങ്കരമായ രീതിയിൽ രോഗശാന്തി നൽകിക്കൊണ്ട് എന്തെല്ലാം തരത്തിലുള്ള മനുഷ്യനെല്ലാം ഉരുട്ടിയിട്ടിട്ട് അവരെല്ലാം സുഖപ്പെടുത്തി ഇടുന്നതുകൊണ്ട് അവരുടെ ഹൃദയത്തിൽ ഇതുണ്ടാകണമെന്നില്ല. ഹൃദയത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം എന്താണ്? അവിടെ കരുണ വളരും, സ്നേഹം വളരും, നന്മ വളരും. അതുകൊണ്ട് മക്കളുടെ സമ്പത്ത് മാതാക്കൾ ഓർക്കണം, കൊടുക്കേണ്ടത് ഇതാണ്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഉണ്ടായിക്കൊള്ളും. അതുകൊണ്ട് അവസാനം പുതിയ വരാൻ പോകുന്ന ഇതാണ്. എന്താണ് ആ നിധി കണ്ടെത്താൻ വേണ്ടി മറ്റെല്ലാം വിറ്റിട്ട് വാങ്ങി നിധി വയൽ വാങ്ങിക്കുന്ന മനുഷ്യൻ്റെ കാര്യമൊക്കെ കർത്താവ് പറയും. അത് ഇതുകൊണ്ടാണ്. അപ്പോൾ അന്ന് പണ്ടത്തേക്ക് അവരെന്താ, അവർ തോൾ ചുരുൾ ചിമിഴിലാക്കി അത് നെറ്റിത്തടത്തിൽ എടുത്ത് കൈത്തണ്ടലും കൊണ്ടു നടക്കാമെന്നു. ഇല്ല കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട അതല്ല, ഈശോയുടെ അടുത്തൊന്ന് ചെറുപ്പക്കാരൻ പറഞ്ഞില്ലേ, ചെറുപ്പക്കാരന് പ്രധാനപ്പെട്ട അവനൊന്നും മനസ്സിലായില്ല. ഇവനെല്ലാം കൽപ്പനകൾ അനുസരിക്കുന്നുണ്ട്, ഒക്കെയുണ്ട്, പക്ഷേ എൻ്റെ പൊന്നുമണി നിനക്കൊരു കുറവുണ്ട്, നിനക്കുള്ളതെല്ലാം വിറ്റ് എൻ്റെ പിന്നാലെ വരാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ പിന്നാലെ വരാൻ പറഞ്ഞ സംഗതിയാണ് ഈ നിധി, ഈ വയലിലെ നിധി എന്ന് പറയുന്നതാ. അതിൻ്റെ വില നിനക്കറിയാൻ പറയണം. അവൻ അത് മനസ്സിലാകാഞ്ഞതുകൊണ്ട് വലിയിട്ട് അവൻ വിഷാദചിത്തനായി പോയി എന്നാണ് പറയുന്നത്. സങ്കടപ്പെട്ടു പോയില്ലേ കർത്താവ് മാസം പറഞ്ഞ. അത് കഴിഞ്ഞാൽ കർത്താവ് പറയാം, മനുഷ്യൻ എൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ട എന്ത് പ്രയോജനം? ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ട എന്ത് പ്രയോജനം? അതുകൊണ്ട് നീ സ്വന്തം ജീവനെ അന്വേഷിക്കണം, നഷ്ടപ്പെടുത്തുന്നു. എനിക്ക് വേണ്ടി സ്വന്തം ജീവനെ നഷ്ടപ്പെടുത്തുന്നതിന് കണ്ടെത്തുന്നത് പറയാൻ കാരണം ആ പശ്ചാത്തലമാണ്. അതുകൊണ്ട് ആ ചെറുപ്പക്കാരൻ്റെ കാര്യം നമ്മൾ മനസ്സിലാക്കും. നമ്മളിവിടെ ഈ ഭാഗം വിചിന്തനം സമാപിച്ചിട്ട് രണ്ടാമത്തെ കിടക്കാം. എസേക്കിയ പ്രവാചകൻ. നമുക്കറിയാം എസേക്കിയ പ്രവാചകൻ ആരാ, എവിടെയായിരുന്നു അദ്ദേഹം? അദ്ദേഹം പുരോഹിതൻ കൂടിയായിരുന്നു. അതായത് ഇസ്രായേലിൻ്റെ വലിയ ശിക്ഷ ബാബിലോൺ അടിമത്തമായി, അവിശ്വസ്തത അങ്ങ് അറ്റത്തെത്തി. അങ്ങ് മദ്യപിച്ച് കൂസാടി സ്ത്രീകൾ വരെയും ഒക്കെ ഒരു ലഗാനമില്ലാത്ത രീതി ജീവിത രീതി എന്ന് തോന്നും. പ്രവാചകന്മാരുടെ ശബ്ദങ്ങളൊന്നും കേട്ടില്ല. ജെറമിയ അനുസരിച്ചില്ല, ജെറമിയ പറഞ്ഞ കേട്ടില്ല, ഏശയ്യ പറഞ്ഞ കേട്ടൊന്നും കേട്ടില്ല. അവർക്ക് അവരുടേതായ താൻ തോന്നിത്ത രീതിയിലേക്ക് പോകാൻ കാരണം അതുപോലുള്ള രാജാക്കന്മാർ വരെയും ഭരിച്ചു. യഹോവയുള്ള അടിസ്ഥാനപരമായ ഭക്തി നഷ്ടപ്പെട്ടിട്ട് അവർ ഈ ഭൗതികമായ സന്തോഷത്തിൽ ആർഭാടങ്ങളിൽ മുഴിയും. അപ്പോഴാണ് പറഞ്ഞ പ്രവാചകൻ നേരത്തെ ജെറമിയ പറഞ്ഞതുപോലെ കട്ടിയായിട്ട് സംസാരിച്ചില്ലേ. ആമോസ് പറഞ്ഞതുപോലെ നിൻ്റെയൊക്കെ മൂക്കിലൂടെ കൊളുത്തിട്ട് വഴിയിലൂടെ നിന്നെയൊക്കെ വലിച്ചടിച്ചു കൊണ്ടുപോകുന്ന കാലം വരുന്നു മുൻകൂട്ടി പ്രവചിച്ചു. വന്നു, ആ കാലം വന്നു. കാലം വന്നപ്പോൾ ദൈവത്തിന് ജനമാണ് മുഴുവൻ നാട് കടത്തപ്പെട്ടു ബാബിലോണിലേക്ക് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇറാഖാണ്. ബാബിലോണിലേക്ക് നാട് കടത്തപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ കൂടെ ദൈവം വരെ ഉപേക്ഷിച്ചതുമില്ല. ദൈവം നൽകുന്ന ശിക്ഷണമാണ്. 50 വർഷത്തേക്ക് ശിക്ഷണമായിരുന്നു. പക്ഷെ അതുകൊണ്ട് ആ കൂടെ എസേക്കിയ പ്രവാചകനെ വിട്ടു. എസേക്കിയ പ്രവാചകനോട് പറയുന്ന കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ദൈവത്തെ പ്രവാചകൻ ദൗത്യം കൊടുക്കുന്ന ഭാഗമാണ്. അതായത് രണ്ടാമത്തെ ദർശനം, അതായത് അദ്ദേഹം കടന്ന വലിയ ദർശനത്തിൽ കണ്ടുകൊണ്ട് അദ്ദേഹം ദൈവസന്നിധിയിൽ നിന്നതിൻ്റെ ശക്തി ആർജിക്കാൻ നമ്മൾ കാണുന്നത്. 7 ദിവസം കഴിഞ്ഞപ്പോൾ ഇനി കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. കേബാർ നദീതീരത്താണ് അവർക്ക്. അവിടെ അരുളപ്പാടുണ്ടാകുന്ന അവിടെയാണ്, ബാബിലോണിൽ വെച്ച. മനുഷ്യപുത്ര, ഞാൻ നിങ്ങളെ ഇസ്രായേൽ ഭവനത്തിൻ്റെ കാവൽക്കാരനാക്കിയിട്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിന്നെ ഇസ്രായേൽ ജനത്തിൻ്റെ കാവൽക്കാരനാക്കി. കാവൽക്കാരൻ്റെ ജോലി എന്നാ? സംരക്ഷിക്കണം, ഈ ജനത്തെ സംരക്ഷിക്കണം, ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തണം. അതിൻ്റെ വലിയ ദൗത്യമാണ്. ഞാൻ നിൻ്റെ കേബാർ നദീതീരത്ത് നിന്നുകൊണ്ട് കാണുന്ന ദർശനം രണ്ടാമത്തെ ദർശനമായത്. അപ്പം പറഞ്ഞു, കാവൽക്കാരനാക്കിയിരിക്കുന്നു. എൻ്റെ അധരങ്ങളിൽ നിൻ്റെ വചനം കേൾക്കുമ്പോൾ, എൻ്റെ അധരങ്ങളിൽ നിന്ന് വചനം കേൾക്കുമ്പോൾ നീ എൻ്റെ താക്കീത് അവരെ അറിയിക്കണം. ഞാൻ നിന്നോട് പറയുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പം നിൻ്റെ വചനം നീ വെച്ചുകൊണ്ട് പൂട്ടി വെക്കാനല്ല, അത് പറയണം, പ്രഘോഷിക്കണം. ഇന്നും പറയണം. നമുക്ക് കിട്ടിയിരിക്കും വചനം ദാനമായി കിട്ടിയതല്ലേ സഹോദരങ്ങളെ. അത് നാം പ്രഘോഷിക്കുന്നുണ്ടോ, പറയുന്നുണ്ടോ? നാം വെറും ഒരു വർഗ സമൂഹമായിട്ടൊക്കെ ജീവിച്ചാൽ മതിയോ? നമ്മളങ്ങോട്ട് പ്രഘോഷിച്ചുകൊണ്ടിരിക്കേണ്ടത്. ഇതിലെ പ്രേക്ഷിത സമൂഹം എന്ന് പറയും. തീർച്ചയായും നീ മരിക്കും എന്ന് നീ ദുഷ്ടനോട് ഞാൻ പറഞ്ഞിട്ടും നീ അവനെ ശാസിക്കാതിരുന്നാൽ, അവൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ദുഷിച്ച വഴിയെ പറ്റി നീ താക്കീത് ചെയ്യാതിരുന്നാൽ ആ ദുഷ്ടൻ അവൻ്റെ പാപത്തിൽ മരിക്കും. അതായത് നീ താക്കീത് കൊടുക്കാതിരുന്നാൽ, ദുഷ്ടൻ്റെ വഴിയെ നീ തിരിച്ചു വരാൻ വേണ്ടി താക്കീത് കൊടുക്കാതിരുന്നാൽ അവൻ ആ വഴി പോയി മരിക്കും. അവൻ മരിച്ചാലോ അവൻ്റെ രക്തത്തിന് ഞാൻ നിന്നെ ഉത്തരവാദിയാക്കാൻ. നോക്കുക, പണ്ടിൽ റെസ്പോൺസിബിലിറ്റി പോകുന്ന പോക്ക് ഒരു അജപാലകൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അജപാലകന് തക്ക സമയത്ത് തൻ്റെ ജനത്തിനെ വഴി നടത്താൻ വേണ്ടി പറയേണ്ട കാര്യങ്ങൾ പറയാതിരുന്നാൽ, മുഖനോട്ടമില്ലാതെ പറയാതിരുന്നാൽ, ദൈവജനം ശക്തമായിട്ട് പ്രഘോഷിക്കാതിരുന്നാൽ, ആ ജനം വഴിതെറ്റിപ്പോയി പാപത്തിൽ മരിച്ചാൽ ഉത്തരവാദി
അജപാലകനായിരിക്കും എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. നീ ദുഷ്ടനെ ശാസിച്ചിട്ടും അവൻ ദുഷ്ടതയിൽ നിന്നും ദുഷ്ടമാർഗത്തിൽ നിന്നും പിന്താകാതിരുന്നാൽ അവൻ തൻ്റെ പാപത്തിൽ മരിക്കും. എന്നാൽ നീ നിന്റെ ജീവൻ രക്ഷിക്കും. നീ പറയുന്നു, നീ ചെയ്യാനുള്ള ചെയ്തു. പലപ്പോഴും ഏഷ്യാപ്രകാരം ദൈവം പറഞ്ഞു നീ പോയി പ്രസംഗിക്കും, പക്ഷെ അവർ കേൾക്കില്ല. അവർ ഹൃദയം കഠിനമാകും. അതുപോലെ തന്നെ ഇവർ കേൾക്കുന്നില്ലെന്ന് വിചാരിച്ചു. പിന്നെ നീ പറയേണ്ട കാര്യം നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ജീവിക്കും. നീതിമാൻ തൻ്റെ നീതി വെടിഞ്ഞ് തിന്മ പ്രവർത്തിച്ചാൽ അവൻ വീഴാൻ ഞാൻ ഇടയാക്കും, അവൻ മരിക്കും. അവൻ ചെയ്തിട്ടുള്ള നീതിനിഷ്ഠമായ പ്രവൃത്തിയിൽ അനുസ്മരിക്കപ്പെടുകയില്ല. അവൻ്റെ രക്തത്തിന് ഞാൻ നിന്നെ ഉത്തരവാദിയാക്കും. കാരണം ഇവൻ വഴിതെറ്റി പോയപ്പോൾ നീ വെറുതെ ഇരിക്കരുത്. നീ വഴിതെറ്റി പോയപ്പോൾ അവനെ പറഞ്ഞു കൊടുത്തില്ല കാര്യങ്ങൾ. നീ വചനം പ്രഘോഷിച്ചില്ല. അവൻ നിന്നെ ഞാൻ ഉത്തരവാദിയാക്കും. പാപം ചെയ്യരുതെന്നാണ് നിന്റെ എന്ന് താക്കീത് സ്വീകരിച്ച് നീതിമാനായ ഒരു പാപം ചെയ്യാതിരുന്നാൽ അവൻ തീർച്ചയായും ജീവിക്കും. കാരണം അവൻ താക്കീത് സ്വീകരിച്ചു. നീയും നിന്റെ ജീവനെ രക്ഷിക്കും. ഇത്ര സുന്ദരമാണെന്നും എന്നും പ്രസക്തമായ അജപാലന തത്വമാണ്. അജപാലന ഇവിടെ പ്രവാചകൻ അത് ഒരുക്കി വിടുന്ന കാര്യം ഇന്നും നമുക്കെല്ലാം പ്രസക്തമായ കാര്യം തന്നെയാണ്. നമ്മൾ അടങ്ങിയിരിക്കാൻ ഭൂമിയെ തിന്മയുള്ളിടത്തോളം ഒരു അപേക്ഷിക്കത്തിന് സാധിക്കത്തില്ല. കാരണം എങ്ങനെ അടങ്ങിയിരിക്കാൻ പറ്റുന്നത്? നിനക്ക് നൽകപ്പെട്ടിരിക്കുന്ന വചനം അത് പ്രഘോഷിക്കപ്പെടേണ്ടതാണ്. നീതി പ്രഘോഷിക്കപ്പെടേണ്ടതാണ്. നീതി നദിയുടെ ജലം പോലെ ഒഴുകട്ടെന്നായി പ്രവാചകൻ ചുമ്മാ പറയുന്നതൊന്നുമല്ല. അതിൽ എസെക്കിയേലിന് ആദ്യ വെളിപാടിന് ശേഷം ഏറെ നാളുകൾ കഴിഞ്ഞാണ് രണ്ടാമത്തെ വെളിപാട് വരുന്നത്. അപ്പോൾ ഇവിടെ സംസാരിക്കുന്ന ആരാ? പ്രവാചകനൊന്നുമല്ല, യാവേ തന്നെ, ദൈവം തന്നെയാണ് സംസാരിക്കുന്നത്. പ്രവാചകൻ വളരെ നിശബ്ദനാണ്. എന്നിട്ട് എന്നാ പറഞ്ഞിരിക്കുന്നത്? നിന്നെ ഞാൻ കാവൽക്കാരനാക്കിയിരിക്കുന്ന പറഞ്ഞിരിക്കുന്നത്. നിന്നെ ഞാൻ ഷെപ്പേറ്റ്, കാവൽക്കാരനാക്കിയിരിക്കും. ഇതൊരു ഉത്തരവാദിത്വം. അപകടം വരുമ്പോൾ അത് മുന്നറിയിപ്പ് നൽകണം. കാവൽക്കാരൻ ഉത്തരവാദിത്വമാണ്. അപ്പോൾ പ്രവാചകനെ ക്ഷണിക്കുക. അതിൻ്റെ ജനം എൻ്റെ യാത്രയിൽ അപകടങ്ങൾ വരുമ്പോൾ മുന്നറിയിപ്പ് നൽകണം. കണ്ടില്ലേ? മാർപ്പാപ്പ പുതിയ ചാക്രി ലൈൻ എഴുതിയിരിക്കുന്നു. വരാൻ പോകുന്ന പ്രത്യേക കാലഘട്ടത്തിൽ AI-യുടെ കാലഘട്ടങ്ങളിൽ വരാൻ പോകുന്ന അപകടങ്ങളെ സൂചിപ്പിക്കുക. അദ്ദേഹത്തിന് ചുമതലയാത് എല്ലാ പപ്പവരും ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് താഴേക്കടലിലേക്ക് വരുമ്പോഴും മനുഷ്യൻ്റെ പോക്കിൻ്റെ ഏതെങ്കിലും വഴിതെറ്റിയ രീതി ഉണ്ടെങ്കിൽ പറയാനായിട്ട് കഴിവുണ്ടാകണം. അപ്പോൾ അപകടം വരുമ്പോൾ മുന്നറിയിപ്പ് നൽകണം. തന്നെയല്ല ഹോസിയ എന്താ പറഞ്ഞേ? ഇതൊക്കെ നേരത്തെ പറഞ്ഞതാണ്. കാവൽക്കാരനാണ്. ജെറമിയ 6:17 പറയുന്നത്, ഞാൻ നിനക്ക് വേണ്ടി നിന്നെ ഞാൻ കാവൽക്കാരനായിട്ട് നിന്നെ നിനക്ക് വേണ്ടി തന്നെ കാവൽക്കാരനായിട്ട് നിയോഗിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഏതാ? ജെറമിയ 6 പറയുന്നതും ഹോസിയ 9 എൻ്റെ ജനമായ എഫ്രാമിൻ്റെ കാവൽക്കാരൻ ആണ് നീ എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ കാവൽക്കാരന് പല പലതും ഉപയോഗിച്ചിട്ടുള്ളത് തന്നെയാണ്. ഞാൻ എൻ്റെ കാവൽക്കാരൻ ഗോപുരത്തിൽ നിന്ന് നിലയുറപ്പിക്കും എന്ന് പറഞ്ഞിട്ടുള്ള എവിടെയാ? ഹബക്കൂക്ക് എന്ന് പറയും, നിലയുറപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് യാവേ തന്നെയാണ് ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. എസെക്കിയേൽ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകേണ്ട. അവിടെ ആരാ നിൽക്കുന്നത്? മുന്നറിയിപ്പ് നൽകുന്ന ശത്രുത ഭാഗത്ത് നിൽക്കുകയാണ് കർത്താവ്. കാരണം അവിശ്വസ്തമായി പോയില്ലേ. അപ്പോൾ അതുകൊണ്ട് തിന്മ ചെയ്ത് ശീലിച്ചവർക്ക് ദൈവം ശത്രുവാണ്. അപ്പോൾ അവർ വിധിയാളനായിട്ട് ഒരു ശത്രുതയോടുകൂടി അവൻ നിൽക്കുന്നതും. അപ്പോൾ പ്രവാചകനെ നിയോഗിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഈ വിധിയേക്കറി ഓർമ്മിപ്പിക്കുകയാണ്. നിന്റെ ശത്രുത മനോഭാവം മാറ്റി, നിന്റെ അധപ്പതനം മാറ്റി നീ തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് 4 തരം ആഖ്യാനം അതിനകത്ത് പറയുന്നുള്ളൂ. ഒന്നാമത്തെ കാര്യം എന്താ? തിന്മ ചെയ്യുന്നവനെ പ്രവാചകൻ തിരുത്തിയില്ലെങ്കിൽ തിന്മ ചെയ്യുന്നവനും പ്രവാചകൻ ശിക്ഷിക്കപ്പെടും. തിരുത്തൽ എന്ന് പറയുന്നത് ഔദാര്യമല്ല, നമ്മുടെ ധാർമ്മിക ഉത്തരവാദിത്വമാണ്. അയ്യോ, പണ്ട് കാലങ്ങളുണ്ടല്ലോ, പയ്യൻ ഏതെങ്കിലും നിൽക്കരുതാത്ത നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ആ ഇടവപ്പെട്ട ഏത് ചേട്ടൻ കാണുന്നുണ്ട്, നീ എന്തിനാണ് നിൽക്കുന്നത്, വീട്ടിൽ പോടാന്ന് പറയാം. അവർക്ക് ധാർമ്മിക ശക്തി ഉണ്ടായി. ഇന്നിപ്പോൾ എന്താ പറയാത്ത? അയ്യോ, അത് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം വീട്ടിൽ ചെന്നാലും തന്നെ തലതാണ് നമ്മളെ തെറി പറയുന്നുള്ള പേടിയല്ലേ? പറഞ്ഞോട്ടെ, പക്ഷേ പറയേണ്ടത് പറയണം. നീ നിൽക്കും തടം ശരിയല്ല, നീ ഇവിടെ നിൽക്കാൻ പാടില്ല, പോടാ വീട്ടിൽ നിന്ന് പറയാനുള്ള ആത്മധൈര്യം നമുക്കുണ്ടായിരിക്കണമെന്നേ. ആ പറഞ്ഞതുകൊണ്ട് നമ്മളെ അവൻ്റെ മാതാപിതാക്കൾ ചീത്ത പറയും നിനക്കെന്നാണ് കാര്യം എന്നെ വേണ്ട പറയാമെന്ന് ചോദിച്ചാൽ ഒന്നും മിണ്ടണ്ട. പക്ഷെ പറയേണ്ടത് പറഞ്ഞിരുന്നു കണ്ടു. പിന്നീട് അവർ അനുഭവിച്ചുള്ളൂ അവനെ കൊണ്ടേ. അന്ന് ആ തിരുത്തൽ നൽകിയപ്പോൾ അത് സ്വീകരിക്കാൻ പറ്റാഞ്ഞതിൻ്റെ ദുഃഖം എൻ്റെ ഈ മാതാപിതാക്കൾക്ക് ഉണ്ടാകും. അത് പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഇല്ലാണ്ട് വന്നിരിക്കും. പണ്ട് വളരെ മെച്ചമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്കൊരു സുരക്ഷിതത്വം ഉണ്ടായിരുന്നു, മാതാപിതാക്കൾ സുരക്ഷിതത്വം ഉണ്ടായി. ഇന്നിപ്പോൾ ആരെ സുരക്ഷിതമായിട്ട് നമുക്ക് വിടാൻ പറ്റുന്ന പോട്ടെ. രണ്ടാമത്തെ കാര്യം എന്താ പറയുക? ദുഷ്ടനെ പ്രവാചകൻ തിരുത്താൻ ശ്രമിച്ചിട്ടും അവൻ അധർമ്മം ഉപേക്ഷിച്ചില്ലെങ്കിൽ പ്രവാചകൻ രക്ഷിക്കപ്പെടുകയും ദുഷ്ടം നശിപ്പിക്കപ്പെടുകയും. നീ തിരുത്താനുള്ള കാര്യം തിരുത്തി കഴിഞ്ഞിട്ട് അവിടെ നിന്നെ സ്വീകരിക്കുന്നില്ല എങ്കിൽ നീ ഒന്നും പേടിക്കേണ്ട കാര്യം. നീ ചെയ്യേണ്ട കാര്യം ചെയ്തു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. ഓരോ ഇടവകയിലെ ഇടവ വികാരി എന്ന് പറയുന്ന മറ്റുള്ളവരൊക്കെ ഭയപ്പെട്ട് ജീവിക്കേണ്ടവനല്ല. ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ അവരെന്നാ വിചാരിക്കും, ഇവരെന്നാ വിചാരിക്കും ചിന്തിക്കേണ്ടവനല്ല. അത് ചെയ്യേണ്ട കാര്യങ്ങൾ പറയേണ്ട കാര്യങ്ങൾ പറയണം. അതിപ്പോൾ ആരും വ്യക്തിപരമായിട്ട് ഏത് തരത്തിൽ മുറിപ്പെടുത്താനല്ല, ആരുടെയും പേര് പറയേണ്ട, ആരെയും മുറിപ്പെടുത്തുകയും വേണ്ട കാര്യങ്ങൾ പറയണം. അങ്ങനെ കമ്മ്യൂണിറ്റി നയിക്കാൻ പറ്റുള്ളൂ. കമ്മ്യൂണിറ്റിയെ നന്മയിൽ നയിക്കണം. നന്മ വരുമ്പം വരാവുന്ന തിന്മയെക്കുറിച്ച് മുൻകൂട്ടി പറയണം. അല്ലെങ്കിൽ അജപാലൻ്റെ ദൗത്യം ഇതാ. അജപാലൻ ഒരേ സമയത്ത് ആരാധനക്രമം മാത്രം നിർവഹിക്കുന്ന ആളല്ല. അജപാലൻ നായകനാണ്.
വിശുദ്ധീകരണ ക്രമം മാത്രമല്ല, അദ്ദേഹം നായകൻ കൂടിയാണ്. എൻ്റെ കാര്യം ഓർക്കണം. 3 തലങ്ങൾ ഓർക്കണേ. അദ്ദേഹം തന്നെ പ്രവാചകനാണ്, നായകനാണ്, ഒപ്പം തന്നെ വിശുദ്ധീകരണം നടക്കുന്ന കാർമ്മികനാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന പ്രവാചകം എന്ന് പറയുന്ന പ്രവാചക ദൗത്യം പറഞ്ഞ വരുന്നവരായികളെ കണ്ടുകൊണ്ട് സത്യങ്ങൾ പറയുക എന്നുള്ളതാണ്. ഇപ്പം നീതിമാൻ വഴിതെറ്റിയാൽ പ്രവാചകൻ തിരുത്തണം, അല്ലെങ്കിൽ വഴിതെറ്റിയതിനെ പ്രതി പ്രവാചകൻ ഒരുപോലെ വഴിതെറ്റിവരും, കുറ്റക്കാരനായി വരും. അതായത് നന്നായിട്ട് ജീവിച്ചു വന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുടുംബം വഴിതെറ്റിപ്പോകുന്നു തോന്നിക്കഴിഞ്ഞാൽ അലസമായിട്ടിരിക്കുക, പോകണം അങ്ങോട്ട്. അവിടെ ചെന്ന് അവരോട് സംസാരിക്കണം ഹൃദ്യമായിട്ട്. ഇതൊന്നും ആരെയും പേടിപ്പിച്ച് ഭയപ്പെടുത്തി മുറിപ്പെടുത്തി പറയാനുള്ള കാര്യമില്ല. ഹൃദയത്തോട് സംഭാഷണം നടത്തേണ്ടതാണ്. അവിടെ ചെന്ന് ഇരിക്കണം, പറയുന്ന രീതി പറയണം. ദൈവം പരിശുദ്ധാത്മാവ് കാണിച്ചു തരും. അല്ല അവിടെ ചെന്ന് ഇന്നത് പറയണമെന്ന് പറയും പോകേണ്ട കാര്യമൊന്നുമില്ല. അവിടെ പോയി ഇരിക്കും. നിന്റെ സാന്നിധ്യം വഴി അതൊരു താക്കീതായിട്ട് മാറും. അത് മാത്രം മതി. ഇതിൻ്റെ വെറും സാന്നിധ്യം വഴി താക്കീതായിട്ട് അയ്യോ അച്ഛൻ വന്നല്ലോ, അച്ഛൻ കണ്ടല്ലോ എന്ന് പറഞ്ഞ് പോവും. അതുകൊണ്ട് തെറ്റിൽ പിന്മാറും, ഉൾപ്രേരണ ഒന്നും പറയണ്ട, പ്രേരണയാണ്. അപ്പം നീ അത് ചെയ്തില്ലെങ്കിലോ? വഴിതെറ്റിയ നീതിമാൻ പ്രവാചകന്റെ വാക്ക് കേട്ട് തെറ്റ് തിരുത്തിയാൽ ആ നീതിമാനും പ്രവാചകൻ ഒരുപോലെ രക്ഷിക്കപ്പെടുക. 3-4 ഘടകങ്ങൾ അതിനകത്ത് കണ്ടതാണ്. ഇന്നും ഒച്ചപ്പാടുള്ള രംഗത്ത് ഏറ്റവും പ്രസക്തമായ കാര്യങ്ങളായി പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് അതായത് സാഹചര്യങ്ങളെ പാർശ്വത്തിൽ ഇവിടെ നടക്കുന്ന മരണശിക്ഷയാണ്. അതായത് ദൈവത്തിൻ്റെ അവിശ്വസ്തത കാണിച്ച പാപത്തിൻ്റെ ഫലം മരണമാണ്. അതാണ് എടുത്ത് കാണിക്കുന്നത്. അതുകൊണ്ട് ദൈവശിക്ഷ പ്രവാചകൻ പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് ഹെസക്കിയ കണ്ടില്ലേ, എന്താ പറയുന്നത്, ആമോസിൻ്റെ പുത്രൻ യേശയ്യ നീ മരിക്കും എന്ന് ഹെസക്കിയായോട് പറഞ്ഞു വിട്ടാ. നീ ഉണ്ട് ദൈവം പറഞ്ഞിരിക്കും നീ മരിക്കും എന്ന് ഹെസക്കിയാന്ന് പറഞ്ഞു. ഹെസക്കിയ അപ്പം എന്താ ചെയ്തേ? ഹെസക്കിയ സങ്കടപ്പെട്ട് പശ്ചാത്തപിച്ച് ദൈവം കരുണ കാണിച്ച് 15 വർഷം കൊണ്ട് നീട്ടി കൊടുത്തു. അതാ പ്രവാചകനാണ്. ഇപ്പം ഹെസക്കിയ മരിക്കാൻ ഒരുങ്ങിയപ്പോഴാണ് ഈ പ്രവാചകൻ ചെല്ലുന്നത്. 2 രാജാക്കന്മാർ 21 കാണുക. ദൈവിക ശിക്ഷ പ്രാവർത്തികമാക്കുന്ന പ്രവാചകനിലൂടെയാണ് ദൈവത്തിന് ശിക്ഷ പ്രാമുഖ്യമാക്കുന്നത്. അതുകൊണ്ട് സംഭവം അതിനകത്ത് കണ്ടില്ലേ, യെശയ്യാ 38:1 തന്നെ പറയുന്നു, നീ അതായത് സുഖം പ്രാപിക്കുകയില്ല. ഇത് തന്നെ ഹെസക്കിയായുടെ കാര്യം എടുത്തെടുത്ത് പറയുന്നുണ്ട്. അത് ചിലപ്പോൾ പറയാൻ പറഞ്ഞത് പ്രവാചകനോടാണ് പറഞ്ഞത്. അപ്പോൾ സമൂഹ ജീവിതത്തിൽ പരസ്പരം തിരുത്തേണ്ടതിൻ്റെ നേർവഴി കാട്ടേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഇത് നമ്മൾ എടുത്തു പറയും. തിരുത്തണം, നേർവഴി കാട്ടണം. അപ്പോൾ പ്രവാസ കാലത്ത് തങ്ങൾ ദൈവജനമെന്ന സത്യവും അതുപോലെ കൂട്ടായ്മയും മറന്ന് എവിടെ പോയാലും ശരി ദൈവത്തിൻ്റെ ജനമാണെന്നുള്ള സത്യം, അതുകൊണ്ട് അത് വിശ്വസിക്കുന്ന ആളുകളുടെ കൂട്ടായ്മ, ഇത് മറന്ന് ജീവിച്ചിരുന്നു ആ പ്രവാസികൾ അന്ന്. അതുകൊണ്ട് കൂട്ടായ്മയും പരസ്പരം തിരുത്തി ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഇവിടെ പ്രവാചകൻ വ്യക്തമാക്കുകയാണ്. അതുകൊണ്ട് ഹെസക്ക് എന്ന് പറഞ്ഞാൽ കഠിനമെന്ന അർത്ഥം, കഠിനമാക്കുക. ഹെസക്കിയേൽ എന്ന് പറഞ്ഞാൽ ദൈവം ശക്തിപ്പെടുത്തുന്നു, കഠിനമാക്കുന്നതാണ്. ഖേബാർ നദീതീരത്ത് വെച്ചാണ് ഈ ദർശനം ഉണ്ടാകും. നമുക്കറിയാം ഈ ഹെസക്കിയ പ്രവാചകൻ്റെ ജീവൻ ആ അധ്യായങ്ങൾ മുഴുവൻ വായിച്ചു വരുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നിപ്പോകും. ഈ പ്രവാചകൻ എന്താ, അത് മനോനില തെറ്റിയാണ് സംസാരിക്കാൻ തോന്നിപ്പോകും. കാരണം അതുപോലെ അത് ആവേശഭരിതനായി ദൈവാത്മാവിനെ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറുക. ദൈവാത്മാവിനെ എടുത്തുകൊണ്ട് പോയെന്ന് പറയും. മനുഷ്യപുത്രാൻ ദൈവം വിളിക്കുന്നത്. മനുഷ്യപുത്രൻ എന്ന് പറയാൻ ദുർബലനായ മനുഷ്യരാ. ആ മനുഷ്യപുത്രനിലേക്ക് ദൈവത്തിൻ്റെ വചനം വരുമ്പോൾ ശക്തി ആർജിക്കുക. ഈ പ്രവചനങ്ങളെ അസ്ഥിക്കും പറഞ്ഞ് ജീവിക്കുമെന്ന് ചോദിച്ചിട്ട് മനുഷ്യപുത്ര പ്രവചിക്കുക എന്ന് പറയുന്ന ഭാഗമൊക്കെ മനസ്സിൽ ഓർത്ത് നോക്കുക. അതുകൊണ്ട് ഹെസക്കിയേൽ എന്ന് പറയുന്ന പ്രവാചകൻ ദൈവം ശക്തനാക്കി എന്ന വാക്കിനർത്ഥം. അതുപോലെ ആ പ്രവാചക ദൗത്യം പിന്തുടർന്ന് നമുക്കും ദൈവത്തിന് ശക്തി കിട്ടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. 2-3 വചനഭാഗത്തേക്ക് വരുമ്പം തെസ്സലോനിക്കർക്ക് 2 ലേഖനത്തിൻ്റെ 2 13-17 വാക്ക് ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള നീ അതിനകത്ത് സഹിച്ചു നിൽക്കുന്നതിനെ അഭിനന്ദിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഭാഗമാണ് തെസ്സലോനിക്കർ ലേഖനം. നമുക്കറിയാമല്ലോ, തെസ്സലോനിക്കർ ലേഖനമാണ് പുതിയ നിയമത്തിലെ ഏറ്റവും ആദ്യത്തെ എഴുതപ്പെട്ട രേഖ. 49 അത് കഴിഞ്ഞ ബാക്കിയൊക്കെ ഉണ്ടായിട്ടുള്ളത്. 1-2 തെസ്സലോനിക്ക, അത് കഴിഞ്ഞാണ് ബാക്കി സുവിശേഷം ഉണ്ടാകുന്ന 60 ശേഷമാണ്. അത് കഴിഞ്ഞ് പിന്നീടുണ്ട് 80 ശേഷം മറുപടി പുസ്തകം ഉണ്ടാകും, 90 ശേഷം യോഹന്നാൻ ഉണ്ടാകും. അപ്പോൾ നോക്കിക്കേ, ഇത് വളരെ ക്രമബദ്ധമായി സാവധാനത്തിൽ ദൈവജനത്തിന് ആവശ്യത്തിനുണ്ടാകുന്ന തെസ്സലോനിക്കായിൽ എഴുതപ്പെട്ട ആദ്യത്തെ ലേഖനം എന്ന് പറയും. അതുകൊണ്ട് എന്നാൽ കർത്താവിൻ്റെ വാത്സല്യ ഭാജനമായി എന്നിൻ്റെ സഹോദരങ്ങളെന്നാണ് വിളിക്കുന്നത്. കർത്താവിൻ്റെ വാത്സല്യ ഭാജനങ്ങളായ സഹോദരങ്ങളെ ആത്മാവ് മുഖേനയുള്ള വിശുദ്ധീകരണത്താലും, 2-3 കാര്യങ്ങളാണ്. ആത്മാവ് മുഖേനയുള്ള വിശുദ്ധീകരണത്താലും സത്യത്തിലും വിശ്വാസത്തിലും രക്ഷയ്ക്കുള്ള ആദ്യഫലമായി നിങ്ങളെ തന്നെ ദൈവം തിരഞ്ഞെടുത്തിരിക്കണം. രക്ഷയ്ക്കുള്ള ആദ്യഫലം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സഭയാണെന്ന് പറയുന്ന അർത്ഥം. ഫിലിപ്പിയ സഭയാണ് ആദ്യത്തെ. മെസ്സൊപ്പൊട്ടാമിയ ആദ്യ സഭ ഫിലിപ്പിയയിലെ സഭയാണ്. ആദ്യം മുതലുള്ള ഫലം നൽകുന്ന സമൂഹമായിട്ട് ആദ്യം മുതൽക്ക് അതിനെ തിരഞ്ഞെടുത്തിരിക്കുന്നതിന് എന്ന് പറഞ്ഞിരിക്കുന്ന അർത്ഥം. ആകയാൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ദൈവത്തെ കൃതജ്ഞത അർപ്പിക്കാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. കാരണം ആ സഭയെക്കുറിച്ച് പ്രൊമോട്ട് ചെയ്ത് പ്രോത്സാഹിപ്പിച്ച് പറയുന്ന ഭാഗം. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മഹത്വം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ സുവിശേഷത്തിലൂടെ അവിടുന്ന് നിങ്ങളെ വിളിച്ചത് ഞങ്ങളുടെ സുവിശേഷത്തിലൂടെയാണ്. അതിനാൽ സഹോദരൻ, ഞങ്ങൾ വചനം മുഖേനയോ കത്ത് മുഖേനയോ, ഇത്
ശ്രദ്ധിക്കേണ്ട ഒരു വചനമാണ്. ഞങ്ങൾ വചനം മുഖേനയോ കത്ത് മുഖേനയോ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുകയും അവയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യും. കണ്ടു, പാരമ്പര്യവാദികൾ എന്നൊക്കെ പറയുന്ന ആൾക്കാരോട് പറയേണ്ട കാര്യം ഇതെടുത്ത് വായിച്ചു നോക്കാൻ. എന്ത് പാരമ്പര്യമാണ് പറയുന്നത്? ക്രിസ്തീയ ജീവിത ശൈലിയെ ഉദ്ദേശിക്കുന്നത് അത് കൃത്യമായിട്ട് പാലിക്കാൻ. അതുകൊണ്ട് വചനം മുഖേനയോ കത്ത് മുഖേനയോ നിങ്ങളെ പഠിപ്പിച്ച പാരമ്പര്യങ്ങളിൽ നിന്ന് ഉറച്ചു നിൽക്കാനാണ് പറഞ്ഞിരിക്കും. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു നമ്മെ സ്നേഹിക്കുകയും നമുക്ക് തൻ്റെ കൃപയിലൂടെ നിത്യമായ ആശ്വാസവും നല്ല പ്രത്യാശയും നൽകുകയും ചെയ്യും. നമ്മുടെ പിതാവായ ദൈവവും നിങ്ങൾ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുകയും എല്ലാ സൽപ്രവൃത്തികളിലും സർവ്വവചനങ്ങളിലും നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ. അതുകൊണ്ട് ഇതാണ് ആത്മാവും മുഖേനയുള്ള വിശുദ്ധീകരണം, സത്യത്തിലും വിശ്വാസത്തിലും രക്ഷയ്ക്കുള്ള ആദ്യ ഫലം. ഇതൊക്കെ പറഞ്ഞിരിക്കുന്നതൊക്കെ നമ്മെ സംബന്ധിച്ചും പ്രസക്തമായ കാര്യങ്ങൾ തന്നെയാണ്. നമ്മളത് നോക്കാം. വ്യാജമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ, അതായത് അന്നൊക്കെ വ്യാജ പ്രബോധക ഇന്നാണെങ്കിൽ പോലും കണ്ടില്ലേ, ഇന്നിപ്പോൾ ഒരാൾ പറയുന്നത് യൂട്യൂബിൽ നിന്നുണ്ട്, എനിക്ക് വിശ്വാസമില്ല ഈ ക്രിസ്തീയ സഭയിൽ, കാണു നോക്കിയേ ഒരു ക്രിസ്തുവേ ഉള്ളൂ, എന്നിട്ടിപ്പോൾ എന്തുമാത്രം സഭകളാണ് കേരളത്തിൽ, എന്തുമാത്രം സഭകളാണ്, എന്നിട്ട് പരസ്പരം മല്ലിടുക, യുദ്ധം ചെയ്യുക. ഇതിലെന്നെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളിങ്ങനെ ഒരു ഒരു മൂന്നാം കക്ഷി എന്ന് പറയുന്ന ആൾ സാധാരണഗതിയുള്ള പഠനം നടത്തിയിട്ട് പറഞ്ഞതാണ്, ഇതെന്ത് ഇടപാടാണെന്ന് ചോദിച്ചു. അന്ന് പറഞ്ഞാൽ ഇന്ന് ഇതുപോലെ പ്രബോധനങ്ങൾ വ്യത്യസ്തതയുടെ വ്യത്യസ്ത ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ ആദ്യഘട്ടങ്ങളിൽ ഇന്ന് ഭയങ്കരമായിട്ടുണ്ടായിരുന്ന വ്യാജ പ്രവാചകന്മാർ ധാരാളം ഉണ്ടായിരുന്ന ഘട്ടങ്ങളിലാണ് ഈ അപ്പസ്തലനെ കൃത്യമായിട്ട് അതിന് മറുപടി നൽകുന്നത്. ഇവയുടെ പിന്നാലെ വ്യാജപ്രബോധനം പുറകെ പോകരുത്, അപ്പോൾ വഞ്ചിതരാവരുത്, അപ്പോൾ രക്ഷിക്കപ്പെടുക എന്ന സദാ രക്ഷയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടു, അതിനാൽ സഭാംഗങ്ങൾ വഞ്ചിതരാവില്ല എന്നത് എടുത്ത് പറയുകയാണ്. അവരെ ഉറപ്പിച്ച് നിർത്തുക വിശ്വാസത്തിലും. അപ്പോൾ തെരഞ്ഞെടുപ്പ് വഴിയാണ് സഭ അല്ലെങ്കിൽ വാത്സല്യഭാജനമായത്. സഭയെ നയിക്കുന്ന പരിശുദ്ധാരൂപി വഴി സഭ വിശുദ്ധിയുടെ പൂർണ്ണതയിലേക്ക് വളരുക. ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വഴിയാണ് നിങ്ങൾ വാത്സല്യ ഭാജനങ്ങളായിട്ട് മാറിയത്. അപ്പം രക്ഷയുടെ ആദ്യഫലമായി തീർന്നു. അങ്ങനെയാണ് ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട ജനം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ഉറപ്പുണ്ടാകേണ്ടതാണ്. വി ആർ റിയലി ലൗഡ് ബൈ ദ ലോർഡ്. സ്പെഷ്യലി ചുമ്മാതെ എന്തിനാ ഉത്തരവാദിത്വം നൽകാനാ? ഉത്തരവാദിത്വം നൽകാനാ, അല്ലാതെ വെറുതെ നമ്മളെ അങ്ങോട്ട് പ്രത്യേക പ്രലക്ഷം നൽകിയിട്ട് നമ്മളെ അങ്ങോട്ട് പൊക്കാൻ വേണ്ടിയിട്ടല്ല. തിരഞ്ഞെടുക്കുന്നത് ദൗത്യം നൽകാൻ വേണ്ടിയിട്ടാണ്. അത് മനസ്സിൽ പലപ്പോഴും വിശ്വാസികൾ അത് മറന്നു പോകുന്ന ഒരു കാര്യമാണ്. ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ജനം എന്ന് പറയുമ്പോൾ ഉത്തരവാദിത്വമുള്ള ജനമെന്ന് എൻ്റെ അർത്ഥം. അതിനകത്ത് ജീവിത ശൈലി മാറ്റം വരുത്തുന്നത്. മാസിഡോണിയയിലെ ആദ്യമ സഭ എന്ന ഫിലിപ്പിയ സഭയാണ്. അതിനകത്ത് ആദ്യ ഫലം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സഭ എന്നർത്ഥമല്ലത്. അപ്പോൾ പാരമ്പര്യങ്ങളിൽ സ്ഥിരതയോടെ നിലനിൽക്കാൻ ആഹ്വാനമാണ് ഈ വാക്യം. പാരമ്പര്യങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത്, അതായത് പ്രധാനപ്പെട്ട പാരമ്പര്യം ഇങ്ങനെ കർത്താവ് രണ്ടാം വരും, അതായത് എസ്കറ്റോളജിയാണ്, ഇതാന്ത്യന്മുഖത, അത് പാരമ്പര്യം, വിവിധ പെരുമാറ്റ ശൈലി, ക്രിസ്തീയ ജീവിത ശൈലി. അപ്പോൾ അവിടെ സ്ഥിരതയോടെ നിൽക്കാനുള്ള ആഹ്വാനമാണ്, പ്രാർത്ഥന, ആശംസയാണ്. മസ്റ്റ് ബി കൺഫേംഡ്, അതിനകത്ത് സംശയം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഹൃദയ ശുദ്ധീകരണം ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്. നമ്മുടെ സഭയുടെ വലിയ ശക്തി എന്ന് പറയുന്ന വിശ്വാസികളുടെ ഹൃദയ ശാക്തീകരണമാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. വിശ്വാസത്തിൽ ഹൃദയ ശാക്തീകരണമാണ്. യഹൂദ ചിന്തയിൽ ഹൃദയം മനുഷ്യൻ്റെ ആന്തരിക ബോധ്യങ്ങളുടെ തലമാണ്. ഹൃദയ ദൃഢീകരണം എന്നാൽ വിശ്വാസ ബോധ്യങ്ങളുടെ ശാക്തീകരണം. അത് നമ്മൾ പരിശോധിക്കണം. നമുക്ക് ഉറപ്പുണ്ട് ഈ പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ചോ നമ്മൾ കേട്ട് കൊച്ചുനാളുണ്ട് പരിശീലിപ്പിച്ചാൽ ഇറ്റ് ഡസൻറ്റ് റിയലി എഫക്റ്റ് അവർ മൈൻഡ് ആൻഡ് ഹാർട്ട്. അതിലേറ്റവും ഡയറക്റ്റ് അവർ ആക്ഷൻസ്, നമ്മുടെ ബിഹേവിയർ പാറ്റേൺ അത് മാറുന്നുണ്ടോ? അതുകൊണ്ട് സഭ ശക്തിയാകുന്നത് അത് അംഗബലത്താലല്ല. അംഗങ്ങൾ കൂടുതൽ ആളോ തെറ്റിദ്ധരിക്കുന്നത്, അതായത് ഇവിടെ എല്ലാം അംഗങ്ങൾ എണ്ണം കൂട്ടാൻ വേണ്ടി നമ്മൾ നടക്കുന്നത്, അതൊന്നുമല്ല. അംഗബലത്താലൊന്നുമല്ല. അതായത് പണ്ട് കേട്ടിട്ടില്ലേ ഒരു കാര്യം, ആദ്യഘട്ടങ്ങളിൽ ഇവിടെയൊക്കെ മിഷണറിമാരെന്ന് പറഞ്ഞ ആൾക്കാർ വന്നിരുന്ന ആൾക്കാർ, വില്യം കേറി പോലെയുള്ള വലിയ മിഷണറിമാർ, അതുപോലെ തന്നെ അവർ വിദ്യാഭ്യാസമൊക്കെ സ്ഥാപനം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഘട്ടങ്ങളിൽ കാണുന്ന ഒരു വിഭാഗത്തിൻ്റെ വലിയൊരു സമൂഹം 25,000 പേർ ഒന്നിച്ച് ചേർന്ന് സഭയിൽ ചേരണമെന്ന് പറഞ്ഞപ്പം മിഷണറിമാർ നോ 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 നോ, അങ്ങനെ ചേരാവുന്ന സമൂഹമല്ല ഇതേ. നിങ്ങൾ ഹൃദയത്തിൽ യേശുവിനെ സ്വീകരിച്ചിട്ട് മനസാന്തരമുണ്ടായി, മനപരിവർത്തനം ഉണ്ടായിട്ട് സ്നാനം സ്വീകരിക്കുകയില്ലേ നിങ്ങൾ ക്രിസ്ത്യാനിയാവുള്ളൂ എന്ന് പറഞ്ഞ് പഠിപ്പിച്ച ചരിത്രം നമുക്കറിയാവുന്ന. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ആളെ കൂട്ടുന്ന ഇടപാടല്ല ഇത്. അപ്പം അതുകൊണ്ട് സമ്പത്തിലോ ശക്തിപ്രകടനത്തിലോ ഒന്നുമല്ല നമ്മളുടെ ഉറപ്പ്, വിശ്വാസ സ്ഥിരതയിലാണ്. വിശ്വാസ സ്ഥിരത എന്ന ആന്തരിക തീക്ഷ്ണതയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഉറച്ച വിശ്വാസികളുടെ എണ്ണമാണ് പ്രധാനപ്പെട്ടത്. അങ്ങനെ ഉറപ്പുള്ള വിശ്വാസികളുടെ എണ്ണം സഭയുടെ ആവശ്യത്തിനുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ഒരുപാട് ആക്ഷേപങ്ങളൊക്കെ സഭയ്ക്കെതിരായി നീങ്ങുമ്പോഴും എത്രയോ നല്ല മനുഷ്യർ നൂറുകണക്കിന് പ്രാർത്ഥനാ ജീവിതത്തിലൂടെ സാക്ഷ്യം വഹിച്ച് ജീവിക്കുന്നു. ആരെയും കുറ്റം പറയാനൊന്നും പോകുന്നില്ല, അവരവർ ജീവിച്ച് കാണിക്കാം. അപ്പോൾ ആന്തരികത ഇല്ലാത്തവരാണ് പലപ്പോഴും നേരെ പെട്ടെന്ന് തിരിഞ്ഞു പോകുന്നത്, മദ്യത്തിലേക്കും നിരാശയിലേക്കും മയക്കുമരുന്നിലേക്ക് തിരിഞ്ഞു പോകുന്നത്.
ആന്തരിക ശൂന്യത ഉള്ള ആൾക്കാരാണ്. അത് ആന്തരിക ബോധ്യമില്ലാത്ത മനുഷ്യനെ ഒഴിവാക്കപ്പെട്ടത് തിന്മകൾക്ക് പകരം അവൻ തിന്മയിൽ നിന്ന് മാറിയാൽ വേറെ വേറെ തിന്മ അന്വേഷിച്ച് പോകും. അപ്പോൾ ആന്തരിക ബോധ്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ലേഖനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നതിന് അവസാന സുവിശേഷ കർത്താവ് നമ്മെ പഠിപ്പിക്കുക ദൈവരാജ്യമാണ് പ്രധാനപ്പെട്ട നമ്മുടെ വിഷയം. യേശു പഠിപ്പിക്കുന്നത് ഇന്ന് പഠിപ്പിക്കുന്നതിൽ ദൈവരാജ്യം കർത്താവ് അങ്ങ് ആരംഭിച്ച പരസ്യത ആരംഭിച്ച് അങ്ങനെ ദൈവരാജ്യം സമീപിച്ചിരിക്കുക, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുക പശ്ചാത്തലം എന്ന് പറയുകൊണ്ടാണ്. ഇപ്പം യേശു വെളിപ്പെടുത്തി കൊടുക്കുക ദൈവരാജ്യം തന്നിൽ തന്നെയാണ്. ദൈവരാജ്യം ഈശോ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവരാജ്യം പിന്നെ എന്താ പറയുന്നത്, ഏറ്റവും പ്രധാന അപ്പസ്തലൻ പറയുകയാണ് അധ്വാനം തീനും കൂടിയൊന്നുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മ ആനന്ദവുമാണ് ദൈവരാജ്യം എന്ന് അപ്പസ്തലൻ പഠിപ്പിക്കുന്നില്ലേ. അപ്പോൾ അതുകൊണ്ട് കർത്താവിടെ പറയാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭൗമികമായി നാം കാണുന്ന നിധികളോ സമ്പത്തോ ഒന്നും അല്ല. പ്രധാനപ്പെട്ട നിധി എന്ന് പറയുന്നത് ദൈവരാജ്യമാണ്. അതായത് സ്വർഗരാജ്യം വയലിൽ കുഴിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യമാണ്, ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യമാണ് ദൈവരാജ്യം. വയലിൽ ഒളിച്ചു വെച്ച നിധി അത് കണ്ടെത്താൻ അത് മറച്ചു വയ്ക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യും. ഇനി നമുക്ക് ഇവിടെ നോക്കിയാൽ കണ്ടു, നമ്മുടെ കേരളത്തിലോട്ട് നോക്കിയാൽ നിധി അങ്ങോട്ടൊന്നും കാണത്തില്ല. എന്ത് നിധി കാണാനാ? എൻ്റെ അർത്ഥം ഇത് പറയാൻ കാര്യം, ഇസ്രായേൽ എന്ന് പറഞ്ഞ മണ്ണ് നിരന്തരമായ യുദ്ധങ്ങൾക്ക് കീഴ്പ്പെട്ടു പോയ ഒരു മണ്ണാണ്. ആലോചിച്ചത് എന്ത് മാത്രമാണ് അവരോട് നോക്കി എന്ന് കാരണം എന്താ ചെന്ന് കഴിഞ്ഞാൽ തൊട്ട് നിരന്തരമായി ഫിലിസ്തീയർക്കെതിരായ യുദ്ധം അതിനെ അങ്ങോട്ട് തുടർച്ചയായിട്ട് വന്നു. അവർ രാജ്യമായി കഴിഞ്ഞു. ദാവീദിൻ്റെ ഘട്ടം വന്നു, നല്ല ഒന്നാന്തര സാമ്രാജ്യമായി വന്നു. ദാവീദിൻ്റെ ഘട്ടം കഴിഞ്ഞ് വീണ്ടും വന്നപ്പോഴത്തേക്ക് സോളമൻ്റെ ഘട്ടം സോളമൻ്റെ വഴിതെറ്റിപ്പോയി. അതിൻ്റെ പത്താൻ റഹുമാൻ്റെ കാലഘട്ടം വന്നപ്പോഴത്തേക്ക് രണ്ടായിട്ട് മാറി. പിന്നെ അങ്ങോട്ട് ഇവർ നേരെ തിരുന്ന് ശത്രുക്കൾ വന്ന് കീഴടക്കാനായിട്ട് തുടങ്ങി. ആദ്യം വന്ന് കീഴടക്കിയാൽ ബാബിലോൺകാരാണ്. ബാബിലോണിൽ ഞാൻ നബിച്ചന്ദ്രനെ കീഴടക്കിയപ്പോൾ ഭയങ്കരമായി പീഡിപ്പിച്ചപ്പോൾ ഒരുപാട് പേർ ചിതറി ഓടിയപ്പോൾ തൻ്റെ വീടും നാടും കൂടും വിട്ട് പോയപ്പോൾ അവർക്കുണ്ടായ സമ്പത്തിന് നിധി സ്വർണം പോലുള്ള കാര്യങ്ങൾ അവരെന്ത് ചെയ്തു, എപ്പോഴെങ്കിലും തിരിച്ചു വരുമെന്ന് വിചാരിച്ച് അവിടെ കുഴിച്ചിട്ടു. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിധി കിടപ്പുണ്ട്, ഈ കുഴിച്ചിട്ട സാഹചര്യം. അതുകൊണ്ട് യുദ്ധങ്ങൾ ഉണ്ടാകാത്ത നമ്മുടെ കേരള നാട്ടിൽ എവിടെ നിധിയിരിക്കും? അങ്ങനെ അവർ കുഴിച്ചിട്ടു. ഇപ്പോൾ എത്ര യുദ്ധങ്ങളുണ്ടായ അത് കഴിഞ്ഞ് അങ്ങോട്ട് പോയിട്ട് പിന്നീട് അങ്ങോട്ട് എന്നാൽ പേർഷ്യൻ രാജാവ് സൈറസ് ചക്രവർത്തി വന്ന് വീണ്ടും അടിച്ച് നിരപ്പാക്കി അവരെ പുറത്താക്കി കഴിയുമ്പോൾ പിന്നെ അവിടെയും ഒരു ആൾക്കാർ അവരുടെ ആവാസം വന്നു കഴിയുമ്പോൾ അവരും കുറേ പേർ ഓടിപ്പോയപ്പോഴൊക്കെ പോയ സ്ഥലത്ത് കുഴിച്ച് ഇപ്പം നമ്മൾ ഈ അടുത്ത കാലത്ത് കേട്ടതുപോലെ 1947 കണ്ടെത്തി കുമറാൻ സമൂഹങ്ങളുടെ കുമറാൻ എന്ന് പറയുന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ചാവുകടലിൻ്റെ സൈഡിലുള്ള മലകളുടെ ഉള്ളിൽ നിന്ന് ഏതോ ഒരു അനേകം ചെന്ന ഒരു കരിങ്കല്ലെടുത്ത് കഴിഞ്ഞപ്പോൾ കിണ്ണത്തിട്ട് മുട്ടി ഒച്ച കേട്ടു. അദ്ദേഹം ചെന്ന് കഴിയുമ്പോൾ അത് കുഴിച്ചെടുത്തത് ഭയങ്കര മനോഹരമായ വലിയൊരു ഭണ്ഡാരം, ഭയങ്കരമായ ഒരു പാത്രം, അത് ചെമ്പ് പാത്രം, വലിയ ഒരു കുടം പോലുള്ള സാധനം അതിനകത്ത് കുഴിച്ചിട്ടു. അത് തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് കുറേ ചുരുളിരിക്കും. ചുരുളെന്താണ്? വചനമാണ്. ഏശയ്യാൻ പ്രവചനം തൊട്ടുള്ള പല പ്രായന്മാരെയും ചുരുളുകൾ കുഴിച്ചിട്ട് എന്നാ കാരണം എന്തായിരിക്കും? ആ ജനം അവിടുന്ന് പരക്കം പായേണ്ടി വന്നു. അവരെ പേടിച്ച് സ്ഥലം വിടേണ്ടി വന്നപ്പോൾ ഞങ്ങൾ നശിച്ചാലും വചനം നശിക്കാൻ പാടില്ലെന്നുകൊണ്ട് ആ വചനം അവരെ ഭയങ്കരമായ കുടത്തിനുള്ളിലാക്കിയിട്ട് ചെമ്പ് കുടത്തിനുള്ളിലാക്കിയിട്ട് അവിടെ കുഴിച്ചിട്ടു. എത്രയോ കാലഘട്ടം കഴിഞ്ഞു അവരാരും തിരിച്ചു വന്നില്ല. കാലഘട്ടം കഴിഞ്ഞ് ഭൂമിയുടെ രൂപരേഖ തന്നെ മാറിപ്പോയി, എല്ലാം മാറിപ്പോയി. എത്രയോ തലമുറകളുടെ മാറിപ്പോയില്ലേ. കുന്നുകളൊക്കെ നിരപ്പായി മാറി. അവസാനം വന്നു കഴിയുമ്പോൾ 1947 പറഞ്ഞു. 1947 ഇങ്ങനൊരു കിണ്ണൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് ആ മനുഷ്യൻ തുറന്നിട്ട് അവസാനം കൊണ്ടത് വിറ്റ് കഴിഞ്ഞപ്പോൾ അതിനോട് ഒരു ക്രിസ്തീയ വൈദികൻ വിരോധനം കടന്നു ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹം കൊണ്ട് ഇതെന്താ എവിടുന്ന് കിട്ടിയത്, എൻ്റെ അടുത്ത് കിട്ടിയോ? അത് ശരി, എന്നാ വില വേണം? മുഴുവൻ വില കൊണ്ട് തന്നെ മേടിച്ചു. അതാണ് ഏറ്റവും വാസ്തവം പറഞ്ഞാൽ വളരെ ആധികാരികമായ സ്രോതസ്സായിട്ട് നിൽക്കുന്നത് അത് തന്നെയാണ്. ക്രിസ്ത്യൻ ലൈബ്രറിയിൽ നിൽക്കുന്നത് അത് ചുരുളുകളാണ്. അപ്പോൾ അതൊന്നും കുഴിച്ചിട്ടില്ലായിരുന്നെങ്കിലോ? വചനം നശിക്കാൻ പാടില്ല, അതുകൊണ്ട് അവർ കുഴിച്ചിട്ടു എന്ന് പറഞ്ഞ പോലെ തന്നെ അവർ നിധിയായിരിക്കുന്ന കാര്യങ്ങൾ കുഴിച്ചിട്ടു. കർത്താവ് അതാ പറയുന്നു. പിന്നെ സ്വർഗരാജ്യം നല്ല രത്നങ്ങൾ തീർന്ന വ്യാപാരിക്ക് തുല്യമാണ്. അവൻ വിലയേറിയ ഒരു രത്നം കണ്ടെത്തുമ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റത് വാങ്ങുന്നു. എന്നിട്ടെന്താ, ഇത് വേണ്ട ഒരുപോലെ പോകുന്നതാണല്ലോ, നിധിയും രത്നമൊക്കെ ഒരുപോലെ പോകുന്നതല്ലേ. ആ രത്നം കണ്ടെത്തുകയും അത് വാങ്ങാൻ വേണ്ടിയിട്ട് ബാക്കിയെല്ലാം അവൻ വിൽക്കുകയും. സ്വർഗരാജ്യം എല്ലാ തരം മത്സ്യങ്ങളെയും ശേഖരിക്കാൻ കടലിൽ എറിയപ്പെട്ട വലയ്ക്ക് തുല്യമാണ്. വല നിറഞ്ഞപ്പോൾ അവർ അത് കരയ്ക്ക് വലിച്ചു കയറ്റി. അവർ അവിടെ ഇരുന്ന് നല്ല മത്സ്യങ്ങൾ പാത്രത്തിൽ ശേഖരിക്കുകയും ചീത്ത മത്സ്യം പുറത്തേക്ക് എറിയുകയും ചെയ്യുന്നു. അത് കണ്ടില്ലേ, വളരെ അർത്ഥവത്തായ സംഗതി. കർത്താവിനെ കണ്ടപ്പോൾ വലയെറിഞ്ഞില്ലേ, വലിച്ചു കയറ്റാൻ നിർത്തില്ലാത്ത മത്സ്യം കിട്ടിയില്ലേ. ഇവിടെ പറയുന്നത് വേറെ അർത്ഥത്തിലാണ്. അതായത് വലിച്ചു കയറ്റി കഴിയുമ്പോൾ അതിനകത്ത് കൊള്ളില്ലാത്തതുകൊണ്ട് വേർതിരിക്കും. വിധിയാ, എസ്കറ്റലോജിക്കലാണ്, അത് വേർതിരിക്കും. ഇപ്പം സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ളവർ അങ്ങോട്ട് ചെല്ലും, അല്ലാത്തവർ മറ്റിടത്തേക്ക് പോകും.
അപ്പോൾ അതുകൊണ്ട് യുഗാന്ത്യത്തിലേതുപോലെ തന്നെ ഇത് സംഭവിക്കും. ദൈവദൂതന്മാർ ദുഷ്ടന്മാർ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കുകയും അഗ്നികുണ്ഡത്തിലേക്ക് എറിയുകയും ചെയ്യും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കർത്താവ് അത് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഇതെല്ലാം ഗ്രഹിച്ചോ? അവൻ ചോദിച്ചു. ഉവ്വ്. അവർ ഉത്തരം പറഞ്ഞു. അവൻ തുടർന്നും, സ്വർഗരാജ്യത്തിൻ്റെ ശിഷ്യനായി തീർന്ന ഓരോ നിയമജ്ഞനും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതുമായി പുറത്തെടുക്കുന്ന വീട്ടുടമസ്ഥന് തുല്യമാണെന്ന് പറയും. അതായത് പഴയതും പുതിയെന്ന് പറയാം, പുതിയ നിയമവും പഴയ നിയമവും ഒന്നിച്ചു കൊണ്ടുപോകുന്നതിൻ്റെ അർത്ഥം. അത് നാം മനസ്സിലാക്കേണ്ട കാര്യം, കർത്താവ് നമ്മോട് പറയുന്നു ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടുത്തെ സുവിശേഷണം, ദൈവരാജ്യമാണ്. നിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അത് തന്നെയാണ്. അതുകൊണ്ട് അതിനു വേണ്ടി ജീവിക്കുക. ബാക്കിയുള്ളവർക്ക് മുഴുവൻ തുലഞ്ഞാലും ശരി, നിനക്കൊന്നും നഷ്ടമാകാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് കർത്താവ് നിന്നിൽ വിറ്റ് മുള്ളും മുടിച്ച് എൻ്റെ പിന്നാലെ വരാൻ പറഞ്ഞത്. അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് അന്നത്തെ കാലത്ത് ശത്രുവിനെ ഭയപ്പെട്ട് ഓടിയപ്പം കുഴിച്ചിട്ട നിധി അവിടെ കിടപ്പുണ്ട് എന്ന കാര്യം ഓർക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം വിജ്ഞാനവും വിവേകവും കടന്നു വരുന്നത് അവിടെയാണ്, ദൈവവചനത്തിലൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവരാജ്യം കണ്ടെത്തിയവൻ അത് തീർച്ചയായിട്ടും അതിൻ്റെ പിന്നാലെ പോകും. അത് മനുഷ്യൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഭൂമിയിലെ എല്ലാ കാര്യങ്ങളിലും അവർക്ക് ഒരു നിസ്സംഗതയുണ്ടാകും. ഇതിനൊക്കെ ഇത്രേ അർത്ഥമുള്ളൂ. ആക്രാന്തത്ത് സമ്പത്തുണ്ടാക്കാൻ വേണ്ടി ജീവിതകാലം മുഴുവൻ അധ്വാനിക്കുന്ന ഒരു മനുഷ്യനെ ഓർക്കാം. അവനൊരു പരിധി കഴിയും, 60 വയസ്സായി കഴിയുമ്പോൾ തന്നെ മക്കളുണ്ട്, കൊച്ചുമക്കളെ കണ്ട ഈ സമ്പത്തിനെ കുറിച്ചുള്ള എല്ലാ മൂല്യവും അവന് നഷ്ടപ്പെടും. ഇതിൽ ഒരു കാര്യവുമില്ല എന്ന് മനസ്സിലാവും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് കൊടുത്ത സ്നേഹത്തിന് കിട്ടുന്ന സ്നേഹം അത് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് കിട്ടുകയില്ല. അതുകൊണ്ടല്ലേ നല്ല മനുഷ്യർ പ്രായമായിരിക്കുന്ന പോലെ മനുഷ്യന് പൊന്നുപോലെ കൊച്ചുമക്കൾ അന്വേഷിക്കുന്നതാണ്. അവൻ സ്നേഹം കൊടുത്തതുകൊണ്ടാണ്. ഇത് കൊടുക്കാത്ത ആൾക്കാരും ഇല്ലെന്ന് അവരെ നമ്മൾ പരിഗണിക്കേണ്ടതാണ്. ഇപ്പോൾ കണ്ടില്ല, ഈയിടെയാണ് വലിയൊരു സിനിമാ നടൻ മധു എന്ന് പറയുന്ന ആളിനോട് ജേർണലിസ്റ്റ് ചോദിച്ചു, മരണത്തെ പേടിയുണ്ടോ? അത് ഒരു കൈണ്ടവനാ. നമുക്ക് ലഭിക്കുന്ന ദൈവ വെളിപാടൊന്നുമില്ല. മരിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്നും അറിയാൻ പാടില്ല. അത് പെട്ടെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അതായത് ഞാൻ ഈശ്വരനോട് പറഞ്ഞ് ഇവിടെ വീസായും വാങ്ങിച്ച് ടിക്കറ്റിന് വേണ്ടി കാത്തിരിക്കുകയെന്ന് പറഞ്ഞാൽ ഈ റെഡിക്കൂടായി. അപ്പം അത് ജീവിതത്തിന് ആവശ്യമായ ആഗ്രഹങ്ങളെ തീർന്നെന്ന്, ഇനി പ്രത്യേകം ഇവിടെ ഒന്നും നേടാനില്ലെന്ന്. എന്നിട്ട് പറയുക, നീ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് മറ്റുള്ളവർക്ക് ശല്യം വലിയ ഉണ്ടാകുള്ളൂ, തന്നെയില്ല അവിടെ ഇവിടെ ഇല്ല നൊമ്പരും വേദനയും. ഇപ്പം കേൾക്കേണ്ടതാണ് അദ്ദേഹത്തെ മനോഹരമായ ആ വാക്കുകൾ. നല്ല മനുഷ്യൻ. അങ്ങനെയാണ് ജീവിതത്തെക്കുറിച്ച് നാം കാണുന്നതെങ്കിൽ നിലനിൽക്കുന്നത് എന്താ നമ്മുടെ ജീവിതത്തിലുള്ളത്? നിലനിൽക്കുന്നത് ഈശോ മാത്രമേ ഉള്ളൂ. ഈശോയ്ക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറായ ഈശോ നമ്മൾ കൈകളിൽ നിന്ന് കൊണ്ടുപോകുമെന്ന കാര്യം നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ സ്വർഗരാജ്യത്തിലെ നിധി, അതുകൊണ്ട് ആ യുവാവിൻ്റെ കാര്യം പറഞ്ഞില്ല, നമുക്കറിയാമല്ലോ. യുവാവ്, ഞാൻ എല്ലാ പ്രമാണങ്ങളൊക്കെ പാലിക്കുന്നുണ്ട്, നിനക്കൊരു കുറവുണ്ട്, നിനക്കുള്ളതെല്ലാം വിറ്റിൻ്റെ പിന്നാലെ അവൻ പിശാചിത്തനായി പോയി എന്ന് പറയാൻ കാര്യം അവൻ മനസ്സിലായില്ല. ഈശോ പറയുന്ന ദൈവരാജ്യത്തിന് മൂല്യത്തെക്കുറിച്ച് ബോധ്യമുണ്ടായില്ല. അത് രക്തങ്ങളുടെ കാര്യം ഇത് തന്നെയാണ്. ഇപ്പം എല്ലാം വിറ്റ് എന്ന് കൊണ്ട് ആ രക്തം വാങ്ങിക്കാൻ പോയി എന്നുള്ളത്. അതുകൊണ്ട് വലയെന്ന് പറയുന്നതിന് അതിനകത്ത് വളരെ വളരെ അർത്ഥമുള്ളത് അങ്ങനെയാണ്. വല, അതായത് പത്രോസിനെയും അന്ത്രയോസിനെയൊക്കെ വിളിച്ചതേ ഈ മനുഷ്യരെ പിടിക്കാനാക്കാൻ. ആ വലയ്ക്കകത്ത് മത്സ്യമല്ല കയറുന്ന മനുഷ്യരാണ്, അവരെ പിടിക്കുന്നവരാക്കാം. അതുകൊണ്ട് അവിടെ ഒരു തരംതിരിവുണ്ട്. അതായത് നല്ലതും ചീത്തയും നമ്മൾ വേർതിരിക്കും. വിധി ഉണ്ട് എന്ന കാര്യം നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പണ്ട് ഈ ഇസ്രായേൽക്കാരുടെ ജീവിതത്തിൽ തന്നെ ആദ്യം തന്നെ ഭക്ഷണം കഴിക്കാമെന്നോ കഴിക്കാൻ പാടില്ലാത്ത വേർതിരിവുണ്ടായി, അശുദ്ധ വേർതിരിവുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അക്ഷരാർത്ഥത്തിലുള്ള അർത്ഥമില്ലാത്തതാണെങ്കിൽ പോലും വാസ്തവത്തിൽ വേർതിരിവൊന്നും ഉണ്ടാകുന്നത് നന്മയും തിന്മയും തമ്മിലാണ്. ആ ആത്യന്തികമായിട്ടുണ്ടാവും. തിന്മ ദൈവം കട്ടിയായിട്ട് ശിക്ഷിക്കപ്പെടും, നന്മ ജീവിക്കുന്നതിലൂടെ നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനായിട്ട് പുറത്തു വരുമെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുള്ളതാണല്ലോ. അതിൻ്റെ മനുഷ്യനെ പിടിക്കുന്ന വല, അതാണ് നമുക്ക് പറ്റിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ മനുഷ്യനായിട്ട് ദൈവരാജ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തയിൽ ഒരുമിച്ച് കൂടാനായിട്ട് കഴിയണം. അപ്പോൾ അതുകൊണ്ട് യുഗാന്ത്യോന്മുഖമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിനൊരു അരക്കെട്ട് ഉറപ്പിക്കുന്ന ഭാഗമാണ് നമ്മൾ കേട്ടത്. നമ്മളിവിടെ സമാപിപ്പിക്കുകയാണ്. അതായത് ഈ കാലഘട്ടത്തിൽ ഈ ഞായറാഴ്ച നൽകുന്ന ഒരു സന്ദേശം വളരെ സജീവമായ സന്ദേശമാണ്. അതായത് ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. അവിടെ നൽകുന്ന കൽപ്പനകൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും നീ പൂർണ്ണമായിട്ട് നിന്റെ ദൈവത്തെ സ്നേഹിക്കണം, നിന്റെ ഹൃദയത്തിൽ നിന്നുണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ട് നീ ഇരിക്കുമ്പോൾ നടക്കുമ്പോൾ തന്നെ ധ്യാനിക്കുകയും ചിന്തിക്കുകയും വേണം. മക്കളെ പഠിപ്പിക്കുമെന്ന് പറയുന്ന ഭാഗം തൊട്ട് തുടങ്ങിയിട്ട് ഓരോ ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ ഇറങ്ങിയ പ്രവാചകൻ പോലെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നീ കാവൽക്കാരനാണെന്ന് പറയുന്നത് ഉത്തരവാദിത്തം എടുത്ത് കാണിച്ചിട്ടുണ്ട് ജനത്തിൻ്റെ. പൗലോസിലേക്ക് വന്നു കഴിയുമ്പോൾ തെസ്സലോനിക്കക്കാരോട് വളരെ കൃത്യമായിട്ടുള്ള വിശ്വാസത്തിൻ്റെ ദൃഢീകരണത്തെക്കൊണ്ട് പറഞ്ഞിട്ട് അവസാനം നമ്മൾ ഈശോ സംസാരിക്കുകയാണ്. നേരിട്ട് കർത്താവ് പറയുന്ന ഭാഗങ്ങളാണ്. ഇതെല്ലാം ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് കർത്താവെ കനിയണമേ, ശക്തി നൽകണമേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ, എന്നാൽ മാത്രം പ്രാർത്ഥിക്കാം. കർത്താവ് കൃപയും പിതാവ് അദ്ദേഹത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും ആമേൻ.